പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കാലം കുറെ കഴിഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തില് മറ്റ് സമുദായങ്ങളിലൊക്കെ ഉള്ളതുപോലെ കണ്ടതും കേട്ടതുമൊക്കെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സമുദായത്തിലും ഇന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ വഴിയുണ്ടോ? ഖുർആനിൽ അങ്ങനെ ഉണ്ടോ? റസൂലിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സലഫു സാലികൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചിന്തിക്കുവാനുള്ള ഒരു മനസ്ഥിതി തന്നെ ആളുകൾക്കില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ പാപമായി പോകുമോ, തെറ്റായി പോകുമോ എന്ന് വരെ ആളുകൾ ചിന്തിക്കുന്നു. ഇന്ന് ഭൗതികമായ ഏത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിയും ചിന്തയും ഒക്കെ ഉപയോഗിച്ച് അളന്ന് തൂക്കി തികച്ചും യുക്തിസഹമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ മതത്തിന്റെ കാര്യം വരുമ്പോൾ ബുദ്ധിയും ചിന്തയൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പതനമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ കാണുന്നത്. ഖുർആനും ഹദീസും മുന്നോട്ട് വെക്കുന്ന ആദർശം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ചിന്തക്കും ബുദ്ധിക്കും പ്രാധാന്യം നൽകുന്ന ആദർശമാണ്. ചിന്തോദ്ദീപകമായ ആദർശം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കുറിച്ച് പറയാം. നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കാൻ പര്യാപ്തമാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് ഖുർആൻ പലയിടത്തും ചോദിക്കുന്നുണ്ട്. ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹ് അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത ബധിരനും മൂമയുമാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടനായ ജന്തു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത്രയേറെ ബുദ്ധിക്കും ചിന്തക്കും പ്രാധാന്യം നൽകിയ ഒരു മതത്തിന്റെ അനുയായികൾ ബുദ്ധിയും ചിന്തയും തീരെ ഉപയോഗിക്കാതെ മുരട്ടുശീലക്കാരും അതുപോലെ തന്നെ ചിന്താശേഷിയില്ലാത്തവരുമായി അധപ്പതിച്ചതാണ് ഈ 1400 കൊല്ലത്തെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ? അന്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ചിന്തയോ ബുദ്ധിയോ ഒന്നുമില്ലാതെ കണ്ണടച്ചൊരു കാര്യത്തെ പിൻപറ്റുകയോ ഒരു കാര്യം വിശ്വസിക്കുകയോ ചെയ്തതാണ് അന്ധമായ നിലപാട് എന്ന് നമ്മൾ അതിനെ കുറിച്ച് പറയാറുള്ളത്. ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിച്ച് രോഗം വന്നാൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് അതിന് ഒഴിവാക്കുന്ന ഒരു ചികിത്സ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആളുപടം ഉണ്ടെങ്കിലല്ലേ? അങ്ങനത്തെ ആളുപടല്ല ഉണ്ടെങ്കിൽ അയാളെ കൊടുത്ത് പോയിട്ട് ഖുർആൻ ഓതി, പരിശുദ്ധ ഖുർആൻ ആയത്ത് ഓതി കേൾപ്പിക്കുകയും ഹദീസിൽ വന്ന പ്രാർത്ഥന ഓതി കേൾപ്പിക്കുകയും ചെയ്താൽ അയാൾക്ക് ശമനം കിട്ടും. ഞാൻ പറയാൻ പോകുന്നത് ജിന്നുകൾ ശൈത്താന്മാർ മനുഷ്യരിൽ പ്രവേശിക്കും എന്നാണ്. പ്രവേശിക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, പ്രവേശിക്കും. ജനിക്കുമ്പോ തന്നെ പിശാച് കുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിശാച് ഉള്ളിൽ കിടക്കുമെന്ന് റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം. ശരീരത്തിൽ കിടക്കൂലെങ്കിൽ സുദർ എവിടെ? മനുഷ്യ ഹൃദയങ്ങളിൽ നിർമന്ത്രം നടത്തുന്നു. ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലുണ്ട് പറഞ്ഞു. ജിന്ന് അങ്ങനെ ഒക്കെ കളിക്കും. പേരോടിന്റെ കോലത്തിലും വരും, അതുപോലെ തന്നെ ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിലും വരും. കരീമിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചാളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ വരെ സാധിക്കുന്നതാണ്. അയാളുടെ സ്വരത്തിലും ഭാഷയിലും സംസാരിക്കാൻ ശൈത്താന് സാധിക്കും. ആ ശൈത്താനോടായി സംസാരിക്കുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യര്.